ഇതുപോലെ ആവരുത് ഇൻട്രസ്റ്റ്. അധ്യാത്മജ്ഞാന നിത്യത്വം, അവനവൻ്റെ സ്വരൂപത്തെ സംബന്ധിക്കുന്ന അന്വേഷണത്തിൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. തത്വജ്ഞാനാർത്ഥദർശനം, തത്വജ്ഞാന വിഷയകമായി തത്വത്തെ അറിയുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം. തത്വജ്ഞാനാർത്ഥദർശനം, അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് അത് ആചാര്യസ്വാമികൾ വ്യക്തമാക്കി തരും. ഏതത് ജ്ഞാനം ഇതി പ്രോക്തം, ഇതൊക്കെയാണ് ജ്ഞാനം, ഈ പറയപ്പെട്ടതൊക്കെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം യതതോ അന്യഥ, അന്യഥ ഇതല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞാൽ അമാനിത്വം തൊട്ടാണ് തുടങ്ങിയത്. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തി, ആർജവം. അപ്പോൾ അവിടം തൊട്ട് അജ്ഞാനമേതാണ്, അവിടം തൊട്ട് അജ്ഞാനമേതാണ് എന്ന് ചോദിച്ചാൽ മാനിത്വം, ദംഭിത്വം, ഹിംസ, അക്ഷാന്തി, അനാർജവത്വം, ഇങ്ങനെ എല്ലാ വിപരീതങ്ങളും. അന്യഥ യതത, ഇതിൽ നിന്ന് അന്യമായിട്ടുള്ളതൊക്കെ അജ്ഞാനമാകുന്നു. അജ്ഞാനം യത അതഃ അന്യഥ, ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യഥ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ അജ്ഞാനമാകുന്നു. ആചാര്യസ്വാമികൾ അധ്യാത്മജ്ഞാന നിത്യത്വം, ആത്മാദിവിഷയം ജ്ഞാനം അധ്യാത്മജ്ഞാനം, തസ്മിൻ നിത്യഭാവഃ നിത്യത്വം, അമാനിത്വാദീനാം ജ്ഞാനസാധനാനാം ഭാവനാ പരിപാകനിമിത്തം തത്വജ്ഞാനം, തസ്യാർത്ഥഃ മോക്ഷഃ സംസാരോപരമഃ, തസ്യ ആലോചനം തത്വജ്ഞാനാർത്ഥദർശനം. അങ്ങനെ രണ്ട് പ്രയോഗങ്ങളെ വ്യാഖ്യാനിക്കുന്നു. അധ്യാത്മജ്ഞാന നിത്യത്വം എന്താണ്? ആത്മാദിവിഷയം ജ്ഞാനം അധ്യാത്മജ്ഞാനം. അധ്യാത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ജ്ഞാനം. ആത്മ, പരമാത്മ, ഈശ്വര, ബ്രഹ്മം ഇത്യാദി വിഷയങ്ങൾ, ഇതൊക്കെ പര്യായ പദങ്ങളായിട്ടും മനസ്സിലാക്കാം. ഏതായാലും ഈ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ, ആത്മാദി വിഷയം ജ്ഞാനം, അതിനെയാണ് അധ്യാത്മജ്ഞാനം എന്ന് പറയുക. അധ്യാത്മ ശബ്ദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ആത്മാവിനെ അധികരിച്ചത്. തസ്മിൻ നിത്യഭാവഃ നിത്യത്വം, അധ്യാത്മജ്ഞാന നിത്യത്വം, അതിൽ നിത്യഭാവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറെ പ്രയോറിറ്റി ഈ കാര്യത്തിൽ കൊടുത്തിരിക്കണം. ഭക്തിയാവട്ടെ, ആചാരാനുഷ്ഠാനങ്ങളാവട്ടെ, മിക്കവരുടെയും കാര്യത്തിൽ സെക്കൻഡറിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഘടകങ്ങളും അനുകൂലമാവുകയാണെങ്കിൽ കുറച്ച് ഭക്തി പ്രകടനമാകാം, ഇല്ലെങ്കിൽ ധ്യാനമാകാം, ഇല്ലെങ്കിൽ ഗ്രന്ഥപാരായണമാവാം. ഇങ്ങനെ എല്ലാം അനുകൂലമാവുകയാണെങ്കിൽ, ഒരു തിരക്ക് വരികയാണെങ്കിൽ ചിലതൊക്കെ മാറ്റി വയ്ക്കണമെന്ന് വരുമ്പോൾ ദിവസവും ചെയ്തു വരുന്ന പൂജ മാറ്റിവെച്ചു, നാമജപം, ക്ഷേത്രദർശനം എന്നിങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു, അത് മാറ്റിവെച്ചു. കാരണം എന്താ? തിരക്കാണ്. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾക്കിടയിൽ തിരക്കുകൊണ്ട് ഇതിന് സമയം കിട്ടിയില്ല എന്ന് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അത് വാസ്തവത്തിൽ വിശ്വസിപ്പിക്കലല്ല, ചീറ്റ് ചെയ്യലാണ്. നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്നു, ഇങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞിട്ട്. ഇത് വേണ്ടത്ര ഒരു പ്രയോറിറ്റി ആത്മീയ വിഷയത്തിൽ നൽകാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രയോറിറ്റി കൊടുക്കണം. മാറ്റിവെക്കാൻ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആവട്ടെ മാറ്റിവെക്കുന്നത് എന്ന തീരുമാനം അരുത്. മറിച്ച് ഇത്രയും പ്രയോജനമില്ലാത്തത് വേണമെങ്കിൽ മാറ്റിവെക്കാം. അങ്ങനെ ആവട്ടെ നമ്മുടെ നിരീക്ഷണം, അങ്ങനെ ആവട്ടെ നമ്മുടെ തീരുമാനം, ഡിസിഷൻ.
ഇപ്പം തസ്മിൻ നിത്യഭാവ നിത്യത്വം. ആധ്യാത്മിക കാര്യങ്ങളിൽ ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കണം നിർബന്ധമായിട്ടും. അത് കൃത്യസമയമാക്കാൻ സാധിച്ചാൽ വളരെ വളരെ നല്ലത്. കാരണം മുഴുവൻ സിസ്റ്റവും അതിനനുകൂലമായിട്ട് വരും. അതൊരു ഡിസിപ്ലിൻ സമ്മാനിക്കും. മറിച്ച് ഒരു ദിവസം കാലത്ത് 3 മണിക്ക് ഉണർന്നെണീട്ട് ധ്യാനം, അടുത്ത ദിവസം അത് 7 മണിക്ക്, ഇനിയൊരു ദിവസം തിരക്കുകൊണ്ട് നടന്നില്ല, അടുത്ത ദിവസം ഇന്നലെ മുടങ്ങിയതുകൊണ്ട് ഇന്നിങ്ങനെ പോട്ടെ നാളെ ആവാം, അതിനടുത്ത ദിവസം ആകട്ടെ മറ്റൊരു തിരക്ക് വന്നു, അത് പിന്നെ മാറ്റിവെച്ചു. ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവരുത്. മാറ്റിവെക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. സമയത്തിൻ്റെ കാര്യത്തിലൊരു അവ്യവസ്ഥയും ഉണ്ടായിക്കൂടാ. അവ്യവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞാൽ ആവോളം പാലിക്കൂ. തുച്ഛമായ ന്യായങ്ങൾ കാരണം സമയവ്യവസ്ഥ തെറ്റിക്കരുത്. ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓരോരുത്തർക്കും ഓരോരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ടാവും. ഇന്നലെ വൈകുന്നേരമാണ് ചെയ്തത്, ഇന്നിപ്പോൾ വൈകുന്നേരം നടക്കും തോന്നില്ല, അതുകൊണ്ട് രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, നാളെ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഇരിക്കേണ്ടി വരും എന്നിങ്ങനെയുള്ള ഒരു അവ്യവസ്ഥത അത് ശരിയല്ല. ആവോളം പാലിക്കാൻ, വ്യവസ്ഥ പാലിക്കാൻ ശ്രദ്ധിക്കാം. അധ്യാത്മജ്ഞാന നിത്യത്വം ആത്മാദിവിഷയജ്ഞാനം അധ്യാത്മജ്ഞാനം തസ്മിൻ നിത്യഭാവ നിത്യത്വം അമാനിത്വാദീനാം ജ്ഞാനസാധനാനാം ഭാവനാപരിപാക നിമിത്തം തത്വജ്ഞാനം. ഇനി തത്വജ്ഞാനം എന്താണ്? ആചാര്യസ്വാമികൾ വ്യക്തമാക്കുന്നു. അമാനിത്വാദീനാം ജ്ഞാനസാധനാനാം. അമാനിത്വം തുടങ്ങിയ സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? ആ സാധനകൾ കൊണ്ട് ഉണ്ടാവുന്ന ഭാവനാപരിപാക നിമിത്തം, അന്ധകരണത്തിലുണ്ടാകുന്ന ശുഭകരമായ പരിവർത്തനത്തെയാണ്, മാറ്റത്തെയാണ്, ഗുണപരമായ പരിണതിയെയാണ് തത്വജ്ഞാനം എന്ന് പറയുക. ഭാവനാപരിപാക നിമിത്തം തത്വജ്ഞാനം. തസ്യ അർത്ഥ, തത്വജ്ഞാനാർത്ഥചിന്തനം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തത്വജ്ഞാനത്തിൻ്റെ അർത്ഥം എന്താണ്? തത്വജ്ഞാനത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മോക്ഷം. അർത്ഥ മോക്ഷ. തത്വജ്ഞാനത്തിൻ്റെ അർത്ഥം, തത്വജ്ഞാനത്തിൻ്റെ ഫലം അത് മോക്ഷമാണ്. സംസാര ഉപരമഃ. ഇനി വാട്ട് ഈസ് മോക്ഷം എന്നാണെങ്കിലോ സംസാര ഉപരമഃ, സംസാര സങ്കടങ്ങളുടെയൊക്കെ ഉപശമനമാണ് മോക്ഷം. തസ്യ ആലോചനം തത്വജ്ഞാനാർത്ഥ ദർശനം. Now and then you have to think about it. If I have Tattva-jnanam in proper way, that will liberate me. That is the result of it. അറിവിൻ്റെ, തത്വജ്ഞാനത്തിൻ്റെ ഗുണമെന്താണ്? സാഫല്യം എന്താണ്? അത് മോക്ഷമാണ്, സംസാരത്തിൻ്റെ ഉപശമനമാണ്. ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇൻസ്പയേർഡ് ആവാൻ. ആ ഇൻസ്പിരേഷൻ കൊണ്ടാണ് ജ്ഞാനാർജനത്തിൽ നാം ഉത്സുകരാവുക. ജ്ഞാനാർജനം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള മൂല്യങ്ങളൊക്കെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഉത്സുകരാവുക. അത് നൽകുന്ന അന്ധകരണ ശുദ്ധിയാണ് തത്വജ്ഞാനത്തിന് നമ്മെ സഹായിക്കുക. ഇതാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ്, തത്വജ്ഞാനാർത്ഥ ദർശനം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് ആലോചിക്കണം. ഇതിപ്പോൾ ഏത് വിഷയത്തിലും ആയാലും ശരി, ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എൻ ഇൻട്രസ്റ്റ്, in order to create an interest, you have to think about the advantages of it. എന്താ അപ്പം അതുകൊണ്ടൊക്കെ ഗുണം, എന്താ അപ്പം അതിൻ്റെ ഒരു ഗുണം എന്നിങ്ങനെ ആവർത്തിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉടലെടുക്കുക. ഇൻട്രസ്റ്റ് ഉടലെടുത്താലേ കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ യുവജനങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഷുഡ് ഐ ഡു ടു ഇൻക്രീസ് മൈ കോൺസെൻട്രേഷൻ? എൻ്റെ ഒരു കോൺസെൻട്രേഷൻ, ഏകാഗ്രതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം ഇതാണ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി അഡ്വാൻറ്റേജ് ഓഫ് സംതിങ് വിച്ച് യു വാണ്ടഡ് ടു ടേക്ക് അപ്പ്. ഏത് കാര്യത്തിലാണോ അറ്റൻഷൻ വേണ്ടത്, ഏത് കാര്യത്തിലാണോ കോൺസെൻട്രേഷൻ വേണ്ടത്,
അതുമായി ബന്ധപ്പെട്ട് അതെനിക്ക് എങ്ങനെ ഉപകാരമാവും, വാട്ട് ഈസ് ദി യൂസ് ഓഫ് സംതിങ്. ഞാനൊരു കാര്യം ഏറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണമെന്താ, അതിൻ്റെ ഉപകാരം എന്താ, ഇങ്ങനെ യൂട്ടിലിറ്റി ഓറിയൻറ്റഡ് തിങ്കിങ്. അതാണ് ഒരു വിഷയത്തിൽ അറ്റൻഷനും കോൺസെൻട്രേഷനും ഇൻട്രസ്റ്റും ഒക്കെ വളർത്തിയെടുക്കാനുള്ള മാർഗം. ചിലപ്പോൾ പഠന വിഷയത്തിലൊക്കെ ആണെങ്കിൽ അധ്യാപകന്മാർക്കും അച്ഛനമ്മമാർക്കും ഒക്കെ ദൂരക്കാഴ്ചയോടെ സഹായിക്കാൻ പറ്റും. യു ക്യാൻ സീക്ക് ഹെൽപ്പ്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് അന്വേഷിക്കേണ്ടി വരും. ഇങ്ങനെ തത്വജ്ഞാനാർത്ഥ ദർശനത്തെ ജ്ഞാനമായി, ജ്ഞാനാർജനത്തിന് സഹായകമായ ഉത്തമ മൂല്യമായി ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അമാനിത്വാദീനാം ജ്ഞാനസാധനാനാം ഭാവനാ പരിപാക നിമിത്തം തത്വജ്ഞാനം തസ്യാർത്ഥഃ മോക്ഷഃ സംസാരോ പരമഃ തസ്യാലോചനം തത്വജ്ഞാനാർത്ഥദർശനം. തത്വജ്ഞാന ഫലാലോചനേ ഹി തത് സാധനാനുഷ്ഠാനേ പ്രവൃത്തി സ്യാദ് ഇതി. ആചാര്യസ്വാമികൾ ആ ന്യായം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. തത്വജ്ഞാന ഫലാലോചനേ ഹി, തത്വജ്ഞാനത്തിൻ്റെ ഫലം ആലോചിച്ചെങ്കിലേ തത് സാധനാനുഷ്ഠാനേ പ്രവൃത്തി, തത്വജ്ഞാനത്തിന് അനുഗുണമായ സാധനങ്ങളെ അനുഷ്ഠിക്കുന്ന കാര്യത്തിലെ പ്രവൃത്തി, ഇൻട്രസ്റ്റും അതുപോലെ ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവുള്ളൂ. പ്രവൃത്തി സ്യാദ് ഇതി. അപ്പം അതിൽ പ്രവൃത്തി വേണോ, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നണമോ, അത് വേണമെങ്കിൽ അതിൻ്റെ ഫലത്തെക്കുറിച്ച് അറിവ് ഉണ്ടാവണം.